തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് അയാളുടെ. നമുക്ക് ജയിക്കാനാവില്ല. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ? ഇങ്ങനൊരു ഡയലോഗ് ദൃശ്യം 2-ൽ പറഞ്ഞതിന് ശേഷം ദൃശ്യം 3 വരുന്നുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് മുരളി ഗോപിയുടെ ക്യാരക്ടർ പറയുന്നത്. എന്നിട്ടും എന്തായിരിക്കും പിന്നെയും ഈ ഒരു കേസ് പൊങ്ങി വന്നത്? ഈ ഒരു ദിവസം കഴിഞ്ഞ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇന്ന് ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, മലയാളത്തിനെ ഓവർടേക്ക് ചെയ്ത് ഹിന്ദി എങ്ങനെ ആദ്യം ഇറക്കി വിടുമോ എന്ന് ദൃശ്യം. ബട്ട് അങ്ങനെ സംഭവിക്കില്ല എന്നൊരു സൂചന ജിത്തു ജോസഫിന്റെ ഭാഗത്ത് നിന്നും തന്നിട്ടുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ രൂപത്തിൽ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ദൃശ്യം 3-ലെ സ്റ്റോറി മിക്കവരും പ്രെഡിക്റ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനും ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദൃശ്യം 2 ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞ് ക്ലൈമാക്സ് കണ്ടപ്പോൾ ആണ് ഒരു ഡൗട്ട് തോന്നിയത്. ശരിക്കും ഈ വിനയേന്ദ്രൻ പറയുന്ന സ്റ്റോറി വെച്ചാണല്ലോ നമ്മൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ ജോർജ് കുട്ടി അവിടെ കുഴിച്ചിട്ടത് വരുണിന്റെ ബോഡി ആയിരിക്കില്ല എങ്കിലോ? അവസാനം വരുണിന്റെ കർമ്മം വരെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കർമ്മം ചെയ്യുന്നത് വരുണിന്റെ തന്നെ ആണോ എന്ന് എന്താണ് ഒരു ഉറപ്പ്? അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സ്റ്റോറിയാണ്, ഈ ദൃശ്യം 2ന്റെ ക്ലൈമാക്സ് കഴിഞ്ഞ് ഒരു 1 വീക്ക് ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മുടെ തോമസ് ബാസ്റ്റിൻ, അതായത് നമ്മുടെ മുരളി ഗോപിയുടെ ക്യാരക്ടറിന്റെ ഓഫീസിലേക്ക് ഒരാൾ വരികയാണ്, സഹദേവൻ. ഈ ഒരു കേസ് ക്ലോസ് ചെയ്തു എന്നറിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ്റെ അങ്ങോട്ടുള്ള വരവ്. സഹദേവനെ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആണ് സഹദേവൻ തോമസ് ബാസ്റ്റിനോട് ജോർജ് കുട്ടിയുടെ കേസ് കാരണം തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് പുള്ളിയോട് പറയുന്നത്. ആ കേസ് കാരണം നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ള ആളാണ് സഹദേവൻ. നാട്ടുകാരുടെ ഇടിയും ജോലിയിൽ നിന്നുള്ള പുറത്താക്കലും കൊണ്ട് ജീവിതത്തിൽ പലതും നഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ള ആളാണ് സഹദേവൻ. ശരിക്കും പറഞ്ഞാൽ സഹദേവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അയാൾ അന്ന് കണ്ടത് ജോർജ് കുട്ടി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇയാൾക്ക് ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ട് തന്നെയാണ് സഹദേവൻ ഈ ഒരു കേസിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ജോർജ് കുട്ടിക്കെതിരെയുള്ള എല്ലാ തെളിവും ശേഖരിച്ചാണ് സഹദേവന്റെ തിരിച്ചുവരവ്. എങ്കിലോ കേസ് ക്ലോസ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടാണ് പുള്ളിയുടെ ഈ ഒരു വരവ് എങ്കിൽ തെളിവിനെ കുറിച്ചെല്ലാം തോമസിനോട് സംസാരിച്ചിട്ടുണ്ടാവും. ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാം എന്ന രീതിയിൽ എത്തിയും കാണും. മേ ബി ഇങ്ങനൊരു കാര്യം കൊണ്ടാണ് ദൃശ്യം 3 ഉണ്ടാകുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിടിലായിരിക്കില്ലേ? ജോർജ് കുട്ടി എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മളെ കൺവിൻസ് ചെയ്തതും എന്നൊക്കെ സഹദേവൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എല്ലാ തെളിവുകളും ആയിട്ടായിരിക്കും സഹദേവന്റെ തിരിച്ചുവരവ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ദൃശ്യം സീരീസിലെ നായകൻ എന്ന് പറയുന്നത് ജോർജ് കുട്ടിയാണ്, സഹദേവനല്ല. ദ ക്ലാസിക് ക്രിമിനൽ. പുള്ളിക്കാരൻ എന്തായിരിക്കും ഇതിന് മുകളിൽ ചെയ്ത് വെച്ചിരിക്കുക? കാരണം എന്തായാലും ഇതിന് മുകളിൽ വന്നാലേ ദൃശ്യം 3 ഒരു ടോപ്പ് ലെവലിൽ എത്തത്തുള്ളൂ. അപ്പൊ അതെന്താണ് എന്ന് കാണാനുള്ള ആകാംക്ഷ ഇപ്പോഴും ഉണ്ട്. കാരണം എന്തോ ആയിക്കോട്ടെ, ജോർജ് കുട്ടിയുടെ ആ ഒരു വിഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Yeah.